നമസ്കാരം പ്രിയ വിദ്യാർത്ഥികൾക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സബ്സ്ക്രിപ്ഷനും അതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസുമാണ്. പബ്ലിക് എക്സാമിന് കൂടുതൽ തവണ ചോദിക്കുന്ന ഒരു ടോപ്പിക് ആയതിനാൽ ഈ ഒരു ഏരിയ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആയതിനാൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷകളിൽ ചോദിച്ച 5 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: The receipts and payments account of a club shows ₹60,000 as the subscription received during 2016-17. Accrued subscription at the beginning of the year was ₹4,200 and that at the end of the year was ₹3,800. There was no unearned subscription on 1/4/2016, but that on 31/3/2017 was ₹1,400. Prepare a statement showing the amount of subscription to be credited to the income and expenditure account for the year ending 31/3/2017. ഈ ക്വസ്റ്റ്യനിൽ 2016-17 കാലഘട്ടത്തിൽ നമ്മൾ റിസീവ് ചെയ്ത റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതിയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ 60,000 ആണ് എന്ന് പറയുന്നുണ്ട്. കൂടാതെ ചില അഡ്ജസ്റ്റ്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. നമ്മൾ കാണേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ 31/3/2017 പ്രിപ്പയർ ചെയ്യുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്രയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത് എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് ഈ വർഷം യഥാർത്ഥത്തിൽ കിട്ടിയതും കിട്ടേണ്ടതുമായ എമൗണ്ടാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. 2016-17 60,000 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അങ്ങനെയാണ് കാണുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആരംഭിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ₹60,000. അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ വാസ് ₹4,200. 4,200 രൂപ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് ലഭിക്കാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ 4,200 രൂപ ഈ വർഷം തുടങ്ങുമ്പോൾ നമുക്ക് ലഭിക്കാനുണ്ടായിരുന്നു. അത് ഈ വർഷം ലഭിച്ചിട്ടുണ്ടാവും. ഈ 60,000-ൽ ആ 4,200 ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ 4,200 രൂപ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ വർഷത്തെ കണക്കിൽ അത് ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് 60,000 രൂപയിൽ നിന്നും 4,200 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് സബ്സ്ക്രിപ്ഷൻ അക്രൂഡ് അറ്റ് ദ ബിഗിനിങ് ₹4,200. That at the end of the year was ₹3,800. ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ ഒരു 3,800 രൂപ നമുക്ക് കിട്ടാനുണ്ട്. 4,200 കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷനാണ് കിട്ടാനുള്ളതെങ്കിൽ, തുടക്കത്തിലാണ് കിട്ടാനുള്ളതെങ്കിൽ 3,800 അവസാനത്തിൽ കിട്ടാനുള്ള എമൗണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ 3,800 രൂപയും കൂടി നമുക്ക് ലഭിക്കാനുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് ഈ വർഷം ലഭിക്കേണ്ട എമൗണ്ടാണ്, ഈ വർഷത്തെ കണക്കിൽ വരേണ്ട എമൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ 3,800 നമ്മൾ 60,000 രൂപ കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് സബ്സ്ക്രിപ്ഷൻ അക്രൂഡ് അറ്റ് ദ എൻഡ് ₹3,800. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്ന മറ്റൊരു ഫിഗർ, ദർ വാസ് നോ അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ ഓൺ 1/4/2016. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ടും തന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ വർഷം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുക. അത് 0 ആണ്, അതുകൊണ്ട് അത് നമ്മൾ പരിഗണിക്കുന്നില്ല. നെക്സ്റ്റ് എമൗണ്ട്, ബട്ട് ദാറ്റ് ഓൺ 31/3/2017 വാസ് ₹1,400. 31/3/2017 എന്ന് പറയുമ്പം ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ 1,400 രൂപ അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ ആണ്, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് നമുക്ക് മനസ്സിലാവും. ഈ 1,400 രൂപ ശരിക്ക് അടുത്ത വർഷത്തെ സബ്സ്ക്രിപ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ 60,000-ൽ ആ 1,400 ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് അടുത്ത വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ട് അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതി വെക്കുന്നില്ല. അതുകൊണ്ട് 60,000-ൽ നിന്നും 1,400 രൂപ ലെസ് ചെയ്യണം. ലെസ് സബ്സ്ക്രിപ്ഷൻ അൺഏൺഡ് അറ്റ് ദ എൻഡ് ₹1,400. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 60,000-നോട് 3,800 ആഡ് ചെയ്താൽ 63,800, 63,800. അതിൽ നിന്നും 4,200-ഉം 1,400-ഉം ലെസ് ചെയ്താൽ എമൗണ്ട് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ₹58,200. എമൗണ്ട് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് 58,200. ദിസ് ഈസ് ദ ആൻസർ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ
സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ് എഴുതി വെക്കുക എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം എമൗണ്ട് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ₹58,200 എന്നാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. Anand Sports Club received ₹1,75,000 as subscription for the year ended 31st March 2016. Consider the following adjustments and mention whether we should add or deduct each items to find out subscription for the year. A. Subscription outstanding on 31st March 2016 ₹15,000. B. Subscription outstanding on 1st April 2015 ₹20,000. C. Subscription received in advance as on 1st April 2015 ₹16,000. D. Subscription received in advance as on 31st March 2016 ₹12,000. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നു മാർച്ച് 2016 എന്ന് പറഞ്ഞാൽ 2015-16 കാലയളവിൽ ആനന്ദ് സ്പോർട്സ് ക്ലബ്ബ് റിസീവ് ചെയ്തിട്ടുള്ളത് ₹1,75,000 ആണ് സബ്സ്ക്രിപ്ഷൻ എന്ന നിലയിൽ. അപ്പോൾ നമ്മൾ ₹1,75,000 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ₹1,75,000. ഇനി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കാം. ഫസ്റ്റ് വൺ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st March 2016 ₹15,000. 31st March 2016 എന്ന് പറയുമ്പോൾ അവസാനത്തിൽ വർഷത്തിൻ്റെ അവസാനം ₹15,000 കൂടി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഈ വർഷം കിട്ടേണ്ടതാണ്, ഈ വർഷത്തിൽ കണക്കിൽ ഉൾപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതി വെക്കുമ്പോൾ ഈ ₹1,75,000 കൂടെ നമ്മൾ 15,000 കൂടി ആഡ് ചെയ്യേണ്ടി വരും. ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദെൻ ₹15,000. ആൻഡ് സെക്കൻഡ് വൺ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1st April 2015 ₹20,000. വർഷത്തിൻ്റെ തുടക്കത്തിൽ 1st April എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് ആണല്ലോ, തുടക്കത്തിൽ ₹20,000 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഒരു ₹20,000 കിട്ടാനുണ്ട്. ആ ₹20,000 ഈ ₹1,75,000 ഉൾപ്പെട്ടിട്ടുണ്ടാവും. അത് ഈ വർഷത്തെ കണക്കിൽ വരേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ₹20,000 നമ്മൾ ₹1,75,000 നിന്നും ലെസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ലെസ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ ബിഗിനിങ് ₹20,000. ആൻഡ് സി, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 1st April 2015 ₹16,000. ₹16,000 സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 1st April 2015 എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഒരു ₹16,000 സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. നേരത്തെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ₹16,000 കഴിഞ്ഞ വർഷം വാങ്ങി വെച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ആ ₹16,000 നമ്മുടെ ഈ വർഷത്തെ കണക്കിൽ ഉൾപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ 1,75,000 കൂടെ 16,000 കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1/4/2015 ₹16,000. And the last adjustment, subscription received in advance as on 31st March 2016 ₹12,000. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു ₹12,000 നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ ദ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഈ വർഷം വാങ്ങി വെച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അടുത്ത വർഷത്തേക്കുള്ളതായതുകൊണ്ട് തന്നെ അത് ഈ വർഷത്തെ കണക്കിൽ ഉൾപ്പെടേണ്ടതില്ല. അതുകൊണ്ട് തന്നെ 12,000 എന്ന് പറയുന്ന സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ ലെസ് ചെയ്യുന്നു. ലെസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31/3/2016 ₹12,000. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 1,75,000 കൂടെ 15,000 പ്ലസ് 16,000 കൂടി ആഡ് ചെയ്താൽ 2,06,000. അതിൽ നിന്നും 20,000-ഉം 12,000 നമ്മൾ ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 1,74,000 എന്ന് കിട്ടും. ഇതാണ് 1,74,000 എന്ന് പറയുന്ന എമൗണ്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെക്കുക. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ 4 അഡ്ജസ്റ്റ്മെൻറ്റുകളും ആഡ് ചെയ്യുകയാണോ ലെസ് ചെയ്യുകയാണോ വേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൻസർ ഇങ്ങനെ എഴുതിയാലും മതിയാവും. ആഡ് 15,000 എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st March 2016 15,000 നമ്മൾ ആഡ് ചെയ്യുന്നു. ലെസ് 20,000. ബി, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1st April 2015 ₹20,000 എന്ന് പറയുന്നത് നമ്മൾ ലെസ് ചെയ്യുന്നു. 16,000 എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 1st April 2015 നമ്മൾ ആഡ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് വൺ 12,000 സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ 31st March 2016 നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. ഇങ്ങനെ എഴുതിയാലും മതിയാവും. ഏതായാലും
സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതി വെക്കുക 1,74,000 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ: The subscription amount shown in the income and expenditure account of Crazy Club is rupees 62,500 on 31/12/2015. Other informations: subscription outstanding for the year rupees 19,500, subscription for 2015 received in advance in 2014 rupees 3,000. What is the amount of subscription received during the year 2015? നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതി വെച്ചിട്ടുള്ളത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് 62,500 രൂപയാണ്. നമുക്കറിയാം റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് നമ്മൾ സബ്സ്ക്രിപ്ഷൻ മാറ്റി എഴുതുമ്പോൾ ഈ വർഷം കിട്ടിയതും കിട്ടാനുള്ളതുമായ കണക്ക് മാത്രമാണ് നമ്മൾ എഴുതി വെക്കുക. ഈ വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ എത്രയാണോ അത് മാത്രമാണ് നമ്മൾ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് 62,500 ആണ്. എന്നിട്ട് നമ്മോട് പറയുന്നു ആക്ച്വലി സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ എത്ര രൂപയാണ് നമുക്ക് ഈ വർഷം കിട്ടിയത് എന്ന് പറഞ്ഞാൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് എത്രയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം. നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് rupees 62,500 എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിച്ചിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ 62,500 രൂപയാണ്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കൂ. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ ഇയർ rupees 19,500. 19,500 രൂപ ഈ വർഷം സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുമ്പം കിട്ടാനുള്ള സംഖ്യയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ അതും കൂടി ആഡ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആണ് 62,500. ശരിക്കും അത് കിട്ടിയിട്ടില്ല, അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ആ 19,500 ലെസ് ചെയ്താൽ മാത്രമേ ആക്ച്വലി എത്ര രൂപയാണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വകുപ്പിൽ കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ ഇയർ 19,500 എന്നുള്ളത് നമ്മൾ ലെസ് ചെയ്യുന്നു. കാരണം അത് ലഭിച്ചിട്ടില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ലഭിച്ചിട്ടില്ലെങ്കിലും ആ വർഷത്തെ കണക്കിൽ ഉൾപ്പെടേണ്ടതായതുകൊണ്ട് നമ്മൾ അത് എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ 19,500 നമ്മൾ ലെസ് ചെയ്യുന്നു. ലെസ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദെൻ rupees 19,500. ഇനി ബി നോക്കൂ. സബ്സ്ക്രിപ്ഷൻ ഫോർ 2015 റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ 2014 rupees 3,000. ഒരു 3,000 രൂപ ഈ വർഷം ലഭിക്കേണ്ട 2015 ഒരു 3,000 രൂപ 2014 നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ കിട്ടേണ്ട 3,000 രൂപ കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുമ്പം ഈ വർഷം കിട്ടേണ്ടതാണ് എങ്കിൽ അത് ഇവിടുത്തെ കണക്കിൽ വന്നിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ 62,500 ആ 3,000 രൂപയും ഉണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ ആ എമൗണ്ട് കിട്ടിയത് കഴിഞ്ഞ വർഷമാണ്. അത് കഴിഞ്ഞ വർഷം കിട്ടിയ കണക്കിൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ആക്ച്വലി എത്ര രൂപയാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എന്ന രീതിയിൽ കിട്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ 62,500 നിന്ന് 19,500 ലെസ് ചെയ്തതുപോലെ തന്നെ ഈ 3,000 നമ്മൾ ലെസ് ചെയ്യണം. കാരണം അത് കഴിഞ്ഞ വർഷമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ 3,000 നമ്മൾ ലെസ് ചെയ്യുന്നു. ലെസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇൻ 2014 rupees 3,000. ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 62,500 നിന്നും 19,500 3,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 40,000 ആണ്. ഈ വർഷം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ക്യാഷായിട്ട് കയ്യിൽ ലഭിച്ചിട്ടുള്ളത് 40,000 മാത്രമാണ്. ഇതാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഉണ്ടാവുക. അപ്പോൾ നേരത്തെ തന്ന ക്വസ്റ്റ്യനിൽ നിന്നും വിഭിന്നമായി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. കുട്ടികൾ കൃത്യമായി ശ്രദ്ധിക്കുമല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ: During the year 2016-17, there was 1,800 members in a sports club. The yearly subscription was fixed at rupees 40 per member. There was unearned subscription of rupees 2,000 at the beginning of the year. The unearned subscription at the end of the year was rupees 1,200. Show how the amount of subscription appears in the following financial statements of the club. Number 1, income and expenditure account. Number 2, receipts and payments account. ഈ ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് പറയുന്നു. ഈ ക്ലബിൽ 1,800 മെമ്പർമാരുണ്ട്. ഓരോ ആളുകളും 40 രൂപയാണ് സബ്സ്ക്രിപ്ഷനായിട്ട് പേയ്മെൻറ്റ് നടത്തേണ്ടത്. പിന്നെ പറയുന്നു there was unearned subscription of rupees 2,000 at the beginning of the year. വർഷത്തിൻ്റെ തുടക്കത്തിൽ 2,000 രൂപ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന രീതിയിൽ
വാങ്ങി വെച്ചിട്ടുണ്ട്. ദ അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ഈ വർഷത്തിൻ്റെ അവസാനത്തിലും ഒരു 1200 രൂപ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര രൂപ എഴുതി വെക്കും, റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എത്ര രൂപ എഴുതി വെക്കും എന്നാണ് ചോദ്യം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് കണ്ടെത്തൽ വളരെ എളുപ്പമാണ്. കാരണം ഈ ക്വസ്റ്റ്യനിൽ മെമ്പർമാരുടെ എണ്ണവും ഒരാൾ അടയ്ക്കേണ്ട പണവും കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കേണ്ടത് 1800 മെമ്പർമാർ ഇൻറ്റു 40 റുപ്പീസാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. 1800 ഇൻറ്റു 40 72,000 റുപ്പീസാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതി വെക്കാനുണ്ടാവുക. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതി വെക്കേണ്ടത് ഈ വർഷം യഥാർത്ഥത്തിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ കിട്ടിയതും കിട്ടേണ്ടതുമായ എമൗണ്ട് എത്രയാണോ അതാണ് എഴുതി വെക്കേണ്ടത്. ഇവിടെ 1800 ഇൻറ്റു 40 എന്ന് പറഞ്ഞാൽ ആ എമൗണ്ടായി 72,000 റുപ്പീസാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വകുപ്പിൽ ഈ വർഷം കിട്ടേണ്ടത്. അത് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, മറ്റൊരു കാൽക്കുലേഷൻ്റെയും ആവശ്യമില്ല. ഇനി നമുക്ക് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് പോകാം. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക 71,200 ആണ്. അതെങ്ങനെയാണ് കിട്ടിയത് എന്ന് മനസ്സിലാവാത്ത ആളുകൾ അതിൻ്റെ കാൽക്കുലേഷൻ ശ്രദ്ധിക്കുക. 72,000 രൂപയാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. 2 അഡ്ജസ്റ്റ്മെൻറ്റുകളാണുള്ളത്. ഒന്ന്, ദർ വാസ് എൻ അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ ഓഫ് ₹2,000 അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു 2,000 രൂപ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 2,000 കഴിഞ്ഞ വർഷമാണ് വാങ്ങി വെച്ചത്, അത് ഈ വർഷത്തേക്കുള്ളതാണ്. തുടക്കത്തിൽ 2,000 രൂപ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വാങ്ങി വെച്ചതായിരിക്കും, ഈ വർഷത്തേക്കുള്ളതാണ്. ഈ 72,000-ൽ അത് കണക്കിൽ വന്നിട്ടുണ്ടാവും ആ 2,000 രൂപ. പക്ഷേ കയ്യിൽ കിട്ടിയിട്ടില്ല, കയ്യിൽ കിട്ടിയത് കഴിഞ്ഞ വർഷമാണ്. അതുകൊണ്ട് ആ 2,000 നമ്മൾക്ക് ക്യാഷായിട്ട് ഈ വർഷം കിട്ടാത്തത് കൊണ്ട് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ടാവില്ല, അത് ലെസ് ചെയ്യണം ആ 2,000. സോ ലെസ് അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ ബിഗിനിങ് ₹2,000, 2,000 രൂപ നമ്മൾ ലെസ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ദ അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ വാസ് ₹1,200. ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ ഒരു 1,200 രൂപ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്. അടുത്ത വർഷത്തേക്കുള്ള ഒരു 1,200 ഈ വർഷം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുമ്പോൾ അത് അടുത്ത വർഷത്തെ കണക്കിൽ വരേണ്ടതായതുകൊണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷേ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മളത് വാങ്ങി വെച്ചതായതുകൊണ്ട് ഈ വർഷത്തെ കണക്കിൽ അത് ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ അത് ആഡ് ചെയ്യണം. ആഡ് അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ അറ്റ് ദ എൻഡ് ₹1,200. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ 72,000-ന് കൂടെ 1,200 ആഡ് ചെയ്താൽ 73,200, അതിൽ നിന്നും 2,000 ലെസ് ചെയ്താൽ 71,200. അങ്ങനെയാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ 71,200 എന്ന എമൗണ്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം ഇതാണ്: ഇൻ ദ ഇയർ 2015 ദ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ബൈ ജനനി സ്പോർട്സ് ക്ലബ് വാസ് ₹1 lakh. There include ₹4,000 for the year 2012 and ₹8,000 for the year 2016. On December 31, 2015, the amount of subscription due was ₹10,000. Calculate the amount of subscription to be shown in the income and expenditure account. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നു 2015 ജനനി സ്പോർട്സ് ക്ലബിന് ₹1 lakh ആണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ലഭിച്ചിട്ടുള്ളത്. ആ 1 lakhൽ ഉൾപ്പെടുന്നു 4,000 for the year 2012 and 8,000 for the year 2016. 2012-ലേക്കുള്ള 4,000 രൂപയും 2016-ലേക്കുള്ള 8,000 രൂപയും ഈ 1 lakh എന്ന് പറയുന്ന എമൗണ്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. ഡിസംബർ 31, 2015 എന്ന് പറഞ്ഞാൽ ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ സബ്സ്ക്രിപ്ഷൻ ഡ്യൂ വാസ് ₹10,000, ഒരു 10,000 രൂപ കൂടി കിട്ടാനുണ്ട് എന്നും ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇതെങ്ങനെ സോൾവ് ചെയ്യും നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സബ്സ്ക്രിപ്ഷൻ റിസീവ് ഡ്യൂറിങ് 2015 1 lakh എന്ന് എഴുതി വെച്ചു. അതിനുശേഷം 2 എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ദർ ഇൻക്ലൂഡ് ₹4,000 ഫോർ ദ ഇയർ 2012 ആൻഡ് ₹8,000 ഫോർ ദ ഇയർ 2016. 2012-ലേക്കുള്ള 4,000-ഉം 2016-ലേക്കുള്ള 8,000-ഉം ഈ 1 lakhൻ്റെ ഉള്ളിലുണ്ട്. അത് ലെസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ വർഷത്തെ കൃത്യമായ കണക്ക് എഴുതാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ 2012-ലേക്കുള്ള 4,000-ഉം 2016-ലേക്കുള്ള 8,000-ഉം നമ്മൾ ലെസ് ചെയ്യുന്നു. ലെസ് സബ്സ്ക്രിപ്ഷൻ ഫോർ 2012 4,000, ലെസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 16-ലേക്കുള്ള നേരത്തെ വാങ്ങി വെച്ച എമൗണ്ട് 8,000 നമ്മൾ ലെസ് ചെയ്യുന്നു. പിന്നീട് പറയുന്നത് 31/12/2015 ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ
ഒരു 10,000 രൂപ കൂടി കിട്ടാനുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ കണക്കിൽ വരേണ്ട ഒരു 10,000 റുപ്പീസാണ് അത് നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് റുപ്പീസ് 10,000. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 1 lakhൽ നിന്നും 4,000ഉം 8,000 നമ്മൾ ആദ്യം ലെസ് ചെയ്യുന്നു. അപ്പോൾ 88,000. അതിനോട് കൂടെ 10,000 നമ്മൾ ആഡ് ചെയ്യുന്നു. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ടോട്ടൽ 98,000. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ബി ഷോൺ ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ എത്ര എമൗണ്ട് ആണ് എഴുതി വെക്കുക എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമാണ് 98,000. എമൗണ്ട് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റുപ്പീസ് 98,000. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ നിരവധി തവണ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.